ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മറ്റൊരു നാമം മുഖദ്ദമുൻ എന്നുള്ളതാണ്. മുഖദ്ദം ഖദ്ദമ യുഖദ്ദിമു തഖ്ദീമൻ ഫഹുവ മുഖദ്ദിമുൻ വഖദ്ദിമ യുഖദ്ദമു തഖ്ദീമൻ ഫഹുവ മുഖദ്ദമുൻ. മുന്തിക്കപ്പെട്ടവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് ക്രൈറ്റീരിയ നാം എടുത്തു പരിശോധിക്കുമ്പോഴും ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്താൽ മുന്തിക്കപ്പെടും. ശത്രുക്കൾ പോലും മുത്തുനബിയെ കണ്ടാൽ ഒന്നടങ്ങും. മുത്തുനബിയുടെ അഭാവത്തിൽ പലതും പറയും, പക്ഷേ മുത്തുനബിയെ കണ്ടാൽ മുന്നിൽ നിർത്താൻ തോന്നും. ഹജറുൽ അസ്വദ് ആര് വെക്കണമെന്ന ചർച്ചയിൽ എല്ലാവരും അഭിപ്രായ വ്യത്യാസത്തിലാണ്. മുത്തുനബി വന്നപ്പോ അവരെല്ലാം മുത്തുനബിയുടെ തീരുമാനം അംഗീകരിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ എവിടെയും മുന്നിൽ നിർത്താൻ പാകത്തിലുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും മുന്നിൽ നിർത്താൻ പാകത്തിലുള്ള ആളാണ്. സല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ്. എവിടെയും മുന്നിൽ നിർത്താൻ കഴിയും മുത്തുനബിയെ. ഏത് ആളുകളാലും സമൂഹത്തിന്റെ ഉന്നത സ്ഥാനത്ത് ഏറ്റവും ഉയർന്ന തലത്തിൽ മുത്തുനബിയെ നിർത്തപ്പെട്ടു. മുഖദ്ദം ഷാദുലി റാത്തീബിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അറിയാം. മുഖദ്ദം അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ഈ സമൂഹത്തിന്റെ മുഖദ്ദമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സമൂഹത്തിന്റെ നേതൃത്വമാണ്, ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെ നമ്മൾ മുഖദ്ദമായി മുന്നിൽ നിർത്തപ്പെട്ട ആളായിട്ട് അംഗീകരിക്കണം. അപ്പൊ മുത്തുനബിയെ നമുക്ക് പിൻപറ്റാൻ തോന്നും. അപ്പൊ നമ്മുടെ ജീവിതത്തിലുടനീളം ആ മുത്തുനബി എന്തു പറഞ്ഞോ അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും. അപ്പോഴാണ് നമ്മൾ മുത്തുനബിയുടെ ആളുകളാവുന്നത്. കേവലം പേര് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ പേരിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, ഈ വിശുദ്ധമായ നാമങ്ങളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോഴേ ഇത് അർത്ഥപൂർണമാവുകയുള്ളൂ. അർത്ഥപൂർണമാവണം. വെറുതെ നമ്മൾ സമയം ചെലവഴിച്ചത് കൊണ്ട്, ക്ലാസ്സിൽ പങ്കെടുത്ത് നോട്ടെഴുതി റെക്കോർഡ് തയ്യാറാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇതിലൂടെ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതുണ്ട്. മുഖദ്ദമായി മുത്തുനബിയെ നാം അംഗീകരിച്ചാൽ നമ്മുടെ ജീവിതം പരിശുദ്ധമാകും. ഹറാമിലേക്ക് പോവാൻ കഴിയില്ല. നമ്മുടെ ഹെയർ സ്റ്റൈൽ പുരുഷന്മാർക്ക് മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ആക്കാൻ കഴിയില്ല. നിസ്കാരം ഖദാ ആക്കാൻ തോന്നില്ല. സുന്നത്ത്, നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത്, അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന ചോദ്യം വരില്ല. കാരണം സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് മുത്തുനബി ചെയ്തതല്ലേ, അത് വേണ്ട, അതിനൊരു രണ്ടാം നമ്പറായി കാണലാണ് പാടില്ല. മുത്തുനബിയോട് ഇഷ്ടമുള്ളവർ അങ്ങനെ പറയില്ല. അങ്ങനെ ഒരിക്കലും പറയാനോ ചിന്തിക്കാനോ സാധിക്കുകയില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ഏത് കാര്യം വരുമ്പോഴും, എന്ത് സംസാരിക്കുമ്പോഴും, പ്രവർത്തിക്കുമ്പോഴും, ചിന്തിക്കുമ്പോഴും മുന്നിൽ റസൂലുള്ളാഹ് വരും. റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതാണോ എന്ന് ചിന്തിക്കും വിശ്വാസികൾ, മുഹിബ്ബുകൾ. അങ്ങനെയാണ്, അങ്ങനെ ചിന്തിച്ചിട്ടാണ് വിജയിച്ചവരൊക്കെ വിജയിച്ചത്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് കരകയറിയവരൊക്കെ കരകയറിയത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയെ മുന്നിൽ
നിർത്തി നല്ല മാർഗത്തിൽ, നേരായ മാർഗത്തിൽ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.